Today's topic is sum to product formula, CD formula. Product formula, sin C plus sin D is equal to 2 sin C plus D by 2 cos C minus D by 2. Sin C minus sin D is equal to 2 cos C plus D by 2 sin C minus D by 2. Cos C plus cos D is equal to 2 cos C plus D by 2 cos C minus D by 2. Cos C minus cos D is equal to minus 2 sin C plus D by 2 sin C minus D by 2. First problem, prove that cos 7x plus cos 5x divided by sin 7x minus sin 5x is equal to cot x. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് cos 7x plus cos 5x by sin 7x minus sin 5x is equal to cot x എന്നാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ന്യൂമറേറ്റർ cos c പ്ലസ് cos d ഫോമും ഡിനോമിനേറ്റർ sin c മൈനസ് sin d ഫോമുമാണ്. ആ രണ്ട് ഫോർമുല നമുക്കൊന്ന് എഴുതാം. cos c plus cos d is equal to 2 cos c plus d by 2 into cos c minus d by 2. Sin c minus sin d is equal to 2 cos c plus d by 2 sin c minus d by 2. Now, LHS is equal to, what is LHS? Cos 7x plus cos 5x divided by sin 7x minus sin 5x. Numerator cos c plus cos d. c യുടെ സ്ഥാനത്ത് 7x, d യുടെ സ്ഥാനത്ത് 5x. നമ്മളത് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഡിനോമിനേറ്ററിനെ പറ്റി ചിന്തിക്കേണ്ട, ന്യൂമറേറ്ററിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. 2 cos c plus d by 2 cos c minus d by 2. ഓക്കെ, ഡിനോമിനേറ്ററിന് ചെയ്യാം sin c മൈനസ് sin d ഫോം. 7x നമ്മൾ c ആയിട്ട് എടുക്കുന്നു, 5x d ആയിട്ട് എടുക്കുന്നു. sin c മൈനസ് sin d. sin c minus sin d is 2 cos c plus d by 2 sin c minus d by 2. ഡിനോമിനേറ്ററിൽ അത് അപ്ലൈ ചെയ്യുന്നു. 2 cos c plus d by 2 sin c minus d divided by 2. ന്യൂമറേറ്ററിൽ cos c plus cos d, 2 cos c plus d by 2 into cos c minus d by 2. ഡിനോമിനേറ്ററിൽ sin c minus sin d, 2 cos c plus d by 2 sin c minus d by 2. ലൈക്ക് ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2ഉം 2ഉം കട്ടാവും. cos 7x plus 5x by 2 ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഉണ്ട്, കട്ടാവും. 7x minus 5x by 2 cos ആണ്, മേളിൽ താഴെ സൈൻ, അതുകൊണ്ട് കട്ടാവില്ല. ദിസ് ഈസ് ഈക്വൽ ടു, ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യാം, cos 7x minus 5x 2x by 2 divided by sin, അതും 7x minus 5x ആണ്, 2x divided by 2. This is equal to cos x by sin x. എങ്ങനെയാണ്? 2ഉം 2ഉം കട്ടാവും. cos x by sin x, and we know that cos by sin is cot x. That is RHS. വളരെ എളുപ്പം ചെയ്യാവുന്ന പ്രോബ്ലമാണ്. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വളരെ എളുപ്പം നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാം. Second problem, prove that sin x plus sin 3x divided by cos x plus cos 3x is equal to tan 2x. Here we have to prove that sin x plus sin 3x by cos x plus cos 3x is equal to tan 2x. LHSൽ വരുന്നത് sin c plus sin d ഫോമും cos c plus cos d ഫോമുമാണ്. ആ ഫോർമുല നമുക്ക് എഴുതാം.
sin c plus sin d is 2 sin c plus d by 2 cos c minus d by 2. Cos c plus cos d is 2 cos c plus d by 2 cos c minus d by 2. Now LHS. What is LHS? LHS is equal to sin x plus sin 3x divided by cos x plus cos 3x. ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക, ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, ന്യൂമറേറ്റർ സൈൻ സി പ്ലസ് സൈൻ ഡി ഫോമാണ്. സിയുടെ സ്ഥാനത്ത് എക്സ്, ഡിയുടെ സ്ഥാനത്ത് 3x. 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. ഇനി നമുക്ക് ഡിനോമിനേറ്റർ ചെയ്യാം. ഡിനോമിനേറ്റർ ഏത് ഫോമാ? കോസ് സി പ്ലസ് കോസ് ഡി. സിയുടെ സ്ഥാനത്ത് വീണ്ടും എക്സ്, ഡിയുടെ സ്ഥാനത്ത് 3x. 2 കോസ് സി പ്ലസ് ഡി ബൈ 2 എക്സ് പ്ലസ് 3x ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 എക്സ് മൈനസ് 3x ഡിവൈഡഡ് ബൈ 2. ന്യൂമറേറ്റർ സൈൻ സി പ്ലസ് സൈൻ ഡി, 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. സി ഇസ് എക്സ്, ഡിയുടെ സ്ഥാനത്ത് 3x. ഡിനോമിനേറ്റർ കോസ് സി പ്ലസ് കോസ് ഡി, 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. 2ഉം 2ഉം കട്ടാകും. ഇവിടെ കട്ടാകുന്നത് കോസ് എക്സ് മൈനസ് 3x ബൈ 2ഉം കോസ് എക്സ് മൈനസ് 3x ബൈ 2 ആണ്. ബാക്കിയുള്ളത് ഒന്ന് സൈനും ഒന്ന് കോസുമാണ്, കട്ടായി പോവില്ല. ഓക്കെ, this is equal to sin x plus 3x 4x by 2 divided by cos 4x by 2. Sin 4x by 2 by cos 4x by 2. This is equal to sin 4x by 2 is 4 by 2 2x by cos 4x by 2 4 into the cut number 2 2x and sin 2x by cos 2x. Sin by cos is tan. This is equal to tan 2x. That is the RHS. Tan 2x is the RHS. Okay. Third problem. Prove that cos 4x plus cos 3x plus cos 2x whole divided by sin 4x plus sin 3x plus sin 2x is equal to cot 3x. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കോസ് 4x പ്ലസ് കോസ് 3x പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ സൈൻ 4x പ്ലസ് സൈൻ 3x പ്ലസ് സൈൻ 2x ഈസ് ഈക്വൽ ടു കോട്ട് 3x എന്നാണ്. നമുക്ക് LHS ഒന്ന് എടുത്തെഴുതാം. LHS ഈസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കുക, ന്യൂമറേറ്ററിൽ 3 ടേംസ് ആണുള്ളത്. CD ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 2 ടേംസ് മതി. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ 3 ടേംസ് ആണുള്ളത്. CD ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 2 ടേംസ് മതി. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള 2 ടേംസ് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ കോട്ട് 3x എന്നുള്ള ആൻസറിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം C ആയിട്ട് എടുക്കുക, അടുത്തത് D ആയിട്ട് എടുക്കുക. C പ്ലസ് D ബൈ 2 ആയിരിക്കണം മൂന്നാമത്തേത്. ഇപ്പം നിങ്ങൾ 4xും 3xും എടുത്താൽ C പ്ലസ് D എന്ന് പറയുന്നത് 7x എന്ന് വരും. ബൈ 2 എന്ന് പറയുമ്പോൾ 7 ബൈ 2x. ഇത് കിട്ടില്ല. അതേസമയം 4x C ആയിട്ടും 2x D ആയിട്ടും എടുത്താൽ 4x പ്ലസ് 2x 6x ബൈ 2 3x. C പ്ലസ് D ബൈ 2 എന്ന് പറയുന്നത് നമ്മൾ എടുക്കാത്ത മൂന്നാമത്തെ ടേംസിനകത്തെ എക്സ്പ്രഷൻ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരെണ്ണം C ആയിട്ട് എടുക്കുക, മറ്റേത് D ആയിട്ട് എടുക്കുക. C പ്ലസ് D ബൈ 2 മൂന്നാമത് നമ്മൾ എടുക്കാത്ത ആ എക്സ്പ്രഷനിലെ ടേം കിട്ടണം. ഓക്കെ, പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാം. 3x കിട്ടത്തക്കവണ്ണം പെയർ ചെയ്യുക. അതായത് 4xും 2xും എടുക്കുക. 4x പ്ലസ് 2x 6x ബൈ 2 3x. പ്രൂവ് ചെയ്യാനല്ല ഉള്ള ക്വസ്റ്റ്യൻ അല്ല എങ്കിൽ ഒരെണ്ണം C ആയിട്ട് എടുക്കുക, വേറൊരെണ്ണം D ആയിട്ട് എടുക്കുക. C പ്ലസ് D ബൈ 2 മൂന്നാമത്തത് കിട്ടണം. അങ്ങനെ പെയർ ചെയ്യണം. അപ്പം ഇവിടുത്തെ പെയറിങ് ഇങ്ങനെ വരും. കോസ് 4x പ്ലസ് കോസ് 2x 1ഉം 3ഉം കൂടെയാണ് ഞാൻ പെയർ ചെയ്യുന്നത്. രണ്ടാമത്തത്
മാറ്റി എഴുതി cos 3x ഡിവൈഡഡ് ബൈ താഴെയും 4xും 3xും 2xും ആയതുകൊണ്ട് അതുപോലെ തന്നെ വരും sin 4x പ്ലസ് sin 2x പ്ലസ് sin 3x. പെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് രണ്ടും കൂടെ ഒന്നിച്ചെടുക്കുക. അത് cos c പ്ലസ് cos d. ഇത് രണ്ടും കൂടെ ഒന്നിച്ചെടുക്കുമ്പോൾ sin c പ്ലസ് sin d. ഫോർമുല എഴുതാം. ഫോർമുല ഇതാണ്. cos c plus cos d is 2 cos c plus d by 2 into cos c minus d by 2. And sin c plus sin d is 2 sin c plus d by 2 cos c minus d by 2. Therefore, this is equal to ന്യൂമറേറ്ററിൽ വരുന്നത് cos c plus cos d. 4x 2x d ആയിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും 2 cos c plus d by 2 4x plus 2x by 2 cos c minus d by 2 cos 4x minus 2x by 2 plus cos 3x whole divided by sin c plus sin d. 4x c ആയിട്ട് എടുക്കുക 2x d ആയിട്ട് എടുക്കുക 2 sin c plus d by 2 cos c minus d by 2 plus sin 3x 2 sin c plus d by 2 cos c minus d by 2 plus sin 3x. കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ ടേംസ് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം ന്യൂമറേറ്ററിൽ ഒരു പ്ലസ് cos 3x ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു പ്ലസ് sin 3x ഉണ്ട്. ടേംസ് കോമൺ എടുത്ത് പ്രോഡക്റ്റ് ആക്കിയ ശേഷമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഈ പ്ലസ് cos 3xും പ്ലസ് sin 3xും ഇല്ലാത്തതുകൊണ്ട് ടേംസ് നമുക്ക് കട്ട് ചെയ്ത് കളയാമായിരുന്നു. ഇവിടെ അങ്ങനെ ചെയ്യരുത്, അത് ഓർത്തോണം. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. 2 cos 4x plus 2x 4x plus 2x is 6x 6x by 2 is 3x 4x plus 2x by 2 ആണ്. 4x plus 2x is 6x 6x by 2 is 3x. ലെങ്തി പ്രോബ്ലം ആയതുകൊണ്ട് ഇത് ഞാൻ സൈഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് എഴുതുകയാണ്. ഇനി അടുത്തത് 4x minus 2x by 2 ആണ്. 4x minus 2x is 2x by 2 is x. 4x plus 2x by 2 is 3x. 4x minus 2x by 2 is equal to x. Substitute ചെയ്യാം. This is equal to 2 cos 4x plus 2x by 2 നമുക്ക് 3x എന്ന് കിട്ടി. 4x minus 2x by 2 x എന്ന് കിട്ടി cos x plus cos 3x. ഡിനോമിനേറ്റർ അങ്ങനെ വരും 2 sin 3x cos x plus sin 3x. Now, ന്യൂമറേറ്ററിൽ cos 3x കോമൺ ആണ്. cos 3x കോമൺ എടുക്കുന്നു. cos 3x കോമൺ എടുക്കുമ്പോൾ ഇവിടുന്ന് cos 3x എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ളത് 2 cos x. cos 3xൽ നിന്നും cos 3x അപ്പാടെ കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്ലസ് 1. ഡിനോമിനേറ്ററിൽ ഏതാണ് കോമൺ? sin 3x ഈസ് കോമൺ. sin 3x കോമൺ എടുത്താൽ പിന്നെ വരുന്നത് 2 cos x പ്ലസ് 1. ഇപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് cos 3x ഇൻറ്റു 2 cos x പ്ലസ് 1 sin 3x ഇൻറ്റു 2 cos x പ്ലസ് 1. 2 cos x പ്ലസ് 1 കോമൺ ആണ്, കട്ട് ചെയ്ത് കളയുന്നു. ദിസ് ഈസ് ഈക്വൽ ടു cos 3x ബൈ sin 3x. And we know that cos by sin is cot. Therefore, this is equal to cot 3x. That is the RHS. ഇവിടെ പ്രോബ്ലത്തിൽ ന്യൂമറേറ്ററിൽ 3 എക്സ്പ്രഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പേര് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഫോർത്ത് പ്രോബ്ലം sin x plus sin 3x plus sin 5x plus sin 7x is equal to 4 cos x into cos 2x into sin 4x. ഫോർത്ത് പ്രോബ്ലം ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് sin x plus sin 3x plus sin 5x plus sin 7x is equal to 4 cos x into cos 2x into sin 4x എന്നാണ്. നമുക്ക് LHS എടുത്തെഴുതാം. LHS is
sin x plus sin 3x plus sin 5x plus sin 7x. ഇവിടെ 4 ടേംസ് ആണുള്ളത്. ഈ രണ്ട് വെച്ച് നമുക്ക് പെയർ ചെയ്യാൻ സാധിക്കും. രണ്ട് പെയറിലും വരുന്നത് sin c plus sin d ആണ്. ആ ഫോർമുല ഒന്ന് എഴുതാം. sin c plus sin d is 2 sin c plus d by 2 cos c minus d by 2. ആദ്യത്തെ പെയർ ചെയ്യുമ്പോൾ x ആണ് c ആയിട്ട് വരുന്നത്, 3x ആണ് d ആയിട്ട് വരുന്നത്. അത് ചെയ്യുമ്പോൾ മറ്റേ പെയർ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, രണ്ടും കൂടി ഒന്നിച്ചെടുത്ത് കൺഫ്യൂഷൻ ആക്കരുത്. അപ്പോൾ 2 sin c plus d by 2 cos c minus d by 2. sin c plus sin d is 2 sin c plus d by 2 cos c minus d by 2. c യുടെ സ്ഥാനത്ത് x, d യുടെ സ്ഥാനത്ത് 3x പ്ലസ്, ഈ പ്ലസ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇനിയും ഈ രണ്ട് ടേംസ് അത് ചെയ്യുമ്പോൾ 5x is d c ആൻഡ് 7x is d. 5x ആണ് c യുടെ സ്ഥാനത്ത്, 7x ആണ് d യുടെ സ്ഥാനത്ത്. 2 sin 5x plus 7x by 2 cos 5x minus 7x divided by 2. This is equal to 2 sin x plus 3x 4x by 2 cos x minus 3x minus 2x by 2 plus 2 sin 5x plus 7x 12x by 2 cos 5x minus 7x minus 2x divided by 2. 4x by 2 2x ആണ്, minus 2x by 2 minus x, 12x by 2 6x minus 2x by 2 minus x. അത്രയും സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. 2 sin 2x cos minus x plus 2 sin 6x cos minus x. And we know that cos minus x is cos x. Cos minus x cos x ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2 sin 2x cos x plus 2 sin 6x cos x. Okay, now 2 cos x is common. ഈ രണ്ട് എക്സ്പ്രഷനിലും 2 cos x കോമൺ ആയിട്ടുണ്ട്. 2 cos x കോമൺ എടുക്കാം. 2 cos x into ഇവിടുന്ന് 2 cos x എടുത്താൽ sin 2x പ്ലസ് sin 6x. 2ഉം cos xും എടുത്തു കഴിഞ്ഞാൽ sin 6x. വീണ്ടും ഒരു sin c പ്ലസ് sin d വന്നിരിക്കുകയാണ്. 2x ആണ് c യുടെ സ്ഥാനത്ത്, 6x d യുടെ സ്ഥാനത്ത്. വീണ്ടും നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 2 cos x 2 sin c plus d by 2 cos c minus d by 2. 2 sin c plus d by 2. c യുടെ സ്ഥാനത്ത് 2x, d യുടെ സ്ഥാനത്ത് 6x. cos c minus d by 2. Now 2x plus 6x is 8x by 2 4x. സൈഡ് ചെയ്ത് നോക്കുക. 2x plus 6x 8x by 2 4x. 2x minus 6x minus 4x by 2 minus 2x. This is equal to 2 cos x into 2 sin 8x by 2 4x cos minus 4x by 2 minus 2x. And we know that cos minus 2x is cos 2x. Simplify ചെയ്യാം. 2 into 2 4 cos x. Cos minus 2x is cos 2x into sin 4x. That is the RHS. ഒന്നും കൂടെ പറയാം. 2 into 2 4 cos x. Cos minus 2x is cos 2x sin 4x. Okay.